ജനകീയാസൂത്രണം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്ക് വിതരണം അയിലൂരിൽ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി. വേനൽക്കാലം അടുത്തതോടെ കുടിവെള്ളം ശുചിത്വത്തോടെ സംരക്ഷിച്ചു വയ്ക്കുന്നതിനും മനുഷ്യാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. അയലൂർ പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 70 കുടുംബങ്ങൾക്ക് രണ്ടാം ഘട്ടമായാണ് കുടിവെള്ള ടാങ്ക് വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇതിൽ ആദ്യം ഗുണഭോക്തൃ വിഹിതം 25% നമ്മൾ നൽകേണ്ടത്. അത് പറഞ്ഞപ്പോൾ പല ആളുകളും കിട്ടിയില്ല. പക്ഷേ ടാങ്കിൻ്റെ ഇത് കണ്ടപ്പോൾ ഇപ്പോൾ പല ആളുകളും ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലും കിട്ടാത്ത കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്ക് കിട്ടാത്ത കുടുംബങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ഫണ്ട് അതിനുവേണ്ടി ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ ഫണ്ട് വകയിരുത്തുന്നുണ്ട്. തീർച്ചയായും എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ള ടാങ്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിലെ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ എല്ലാത്തിനും തന്നെ പട്ടികജാതി കുടുംബങ്ങൾക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ലൈഫിൻ്റെ ആയിക്കോട്ടെ, മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഏത് പരിപാടി ആയിക്കോട്ടെ, അത് ആദ്യം പ്രാധാന്യം നൽകുന്നത് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നോക്കിയാൽ മതി, നമുക്കറിയാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും പറഞ്ഞ് നമ്മളുടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവന് പിന്നോക്കി തടയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യൻ്റെ അവകാശം അതിൻ്റെ അവകാശമാണ്, ഇല്ലാണ്ട് ഒരാളുടെയും ഔദാര്യമല്ല. അവകാശം അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെയാണ് കേരളത്തിൽ ഇന്ന് അധികാരത്തിലുള്ള ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജിന ചാന്ദ് മുഹമ്മദ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മവിത വിശ്വനാഥൻ, MR രജനി, വാർഡ് മെമ്പർമാരായ പി പുഷ്പാകരൻ, ഉമാ സതീശൻ, വത്സല ശിവദാസൻ, ജിജ റോയ്, സുമ പരമേശ്വരൻ, PM ദേവദാസ്, ജിജോ റോയ്, പഞ്ചായത്ത് സെക്രട്ടറി മുകുന്ദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മേരി തുടങ്ങിയവർ പ്രസംഗിച്ചു.